അങ്ങനെ നിലമ്പൂർ MLA തുടങ്ങി വച്ച കൊട്ടാര വിപ്ലവം അദ്ദേഹം തന്നെ അവസാനിപ്പിച്ചു. ഊരിയ വാൾ ഉറയിലിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നിലമ്പൂർ MLA നിലം പരിശായി എന്ന് പറഞ്ഞാലും വലിയ തെറ്റില്ല. അദ്ദേഹം ഇവിടുത്തെ നാട് ഭരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ടു അദ്ദേഹത്തിൻ്റെ കീഴ് ജീവനക്കാരനായ ADGP അജിത് കുമാറിനെതിരായിട്ടും വലിയ വായിൽ ഒച്ചയെടുത്തു. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മൂക്ക് ചെത്തിക്കളയും എന്നൊക്കെ പ്രഖ്യാപിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഈ കാരണഭൂതൻ്റെ ആരാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന്, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആരാണ് ADGP എന്ന്. ഈ നാട് ഭരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. തലയ്ക്ക് മീതെ ഒരു കാരണഭൂതൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പോലീസ് സംവിധാനത്തെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ള ആളാണ് ADGP അജിത് കുമാർ. ഇവരെ രണ്ടുപേരെയും ഒരു കാരണവശാലും മുഖ്യന് തള്ളി പറയാൻ പറ്റുകയില്ല. മുഖ്യമന്ത്രി കർണനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവചമാണ് ശശി, അദ്ദേഹത്തിൻ്റെ കുണ്ടലമാണ് അജിത് കുമാർ. കവച കുണ്ടലങ്ങൾ നഷ്ടപ്പെട്ടാൽ പിന്നെ കർണന് നിലനിൽപ്പില്ല. ആദ്യത്തെ അമ്പിന് അദ്ദേഹത്തിൻ്റെ പണി തീരും. ഇവിടെ അർജുനൻ മാത്രമല്ല, നകുലനും സഹദേവനും വരെ വില്ല് കുലച്ച് നിൽക്കുകയാണ് ഈ കർണനെ വീഴ്ത്താനായിട്ട്. BJPയും കോൺഗ്രസും അല്ല, പാർട്ടിക്കകത്ത് തന്നെയുള്ള മച്ചുനന്മാരുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും കുത്തുവിളക്കിൻ്റെ തണ്ടെടുത്ത് ഇദ്ദേഹത്തിൻ്റെ ആറാം വരിക്ക് പൂശാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ ഒഴിവാക്കാൻ പറ്റുകയില്ല. ശശിയാൽ നിശ ശോഭിക്കും, നിശയാൽ ശശിയും തഥ എന്ന് AR രാജരാജവർമ്മ കോയിത്തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഭാഷാഭൂഷണത്തിലാണോ അത് വൃത്തമഞ്ചേരിയിലാണോ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഭാഷാഭൂഷണത്തിലാണെന്ന് തോന്നുന്നു. അത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ശരിയാണ്. മുഖ്യമന്ത്രി സ്റ്റാലിനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബെറിയയാണ് ശശി. ബെറിയ ഇല്ലാതെ സ്റ്റാലിന് നിലനിൽപ്പില്ല. ബെറിയ ഇല്ലാതായാൽ ആ സെക്കൻഡിൽ സ്റ്റാലിൻ്റെ പണി തീരും. സ്റ്റാലിൻ ഇല്ലാണ്ട് ബെറിയയ്ക്ക് നിലനിൽപ്പില്ല. അതാണ് അലങ്കാര അന്യോന്യം. അന്യോന്യം എന്ന അലങ്കാരമുണ്ട്. ഈ ഭാഷാശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഞാനതൊക്കെ നെടുമ്പാശ്ശേരി സ്കൂളിൽ പഠിക്കുമ്പോൾ അന്നത്തെ പ്രഗത്ഭയായ ശോശാമ്മ ടീച്ചർ പഠിപ്പിച്ചാണ്. പരസ്പര ആശ്രിതത്വം ദ്വാൻ അന്യോന്യാഖ്യം അലങ്കൃതി എന്നാണ്. ഒന്ന് മറ്റേതിനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കും, മറ്റേത് ഇതിനെയും ആശ്രയിക്കും. അതാണ് ശശി പിണറായി വിജയൻ ശശിയെയും ആശ്രയിക്കും. അതുപോലെ സ്റ്റാലിൻ ബെറിയയെ ആശ്രയിച്ചു, ബെറിയ സ്റ്റാലിനെ ആശ്രയിച്ചു. സ്റ്റാലിൻ്റെ പിന്തുണ നഷ്ടപ്പെട്ടപ്പോൾ ബെറിയയുടെ പണി തീർന്നു. അല്ല, സ്റ്റാലിൻ മരിച്ചപ്പോൾ ബെറിയയുടെ പിന്തുണ തീർന്നപ്പോൾ സ്റ്റാലിൻ്റെ കത്തിക്കൽ കഴിഞ്ഞു. അതൊക്കെ വലിയ ചരിത്രമാണ്. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പറയാം. ഏതായാലും അതുപോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ചെറിയ പാർലമെൻ്ററി ദുശീലങ്ങളൊക്കെ ഉണ്ട് ശശിക്ക്. അത് മുഖ്യനറിയാം. കാരണം ഇദ്ദേഹം പണ്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി, പിന്നീട് കേരളത്തിൽ വിദ്യുച്ഛക്തി മന്ത്രിയുമായിരുന്നപ്പോഴാണ് നയനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇതേ ശശിയെ നിയമിച്ചത്. 5 കൊല്ലം ശശി നടത്തിയ എല്ലാ ലീലാവിലാസങ്ങളും പിണറായി വിജയന് ഭംഗിയായിട്ട് അറിയാം. ശശി ആരാണെന്ന് പറയാം, അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് പറയാം. അത് കഴിഞ്ഞ് ഇദ്ദേഹം ആകെ ചീത്തപ്പേരായി. പിന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ നടത്തിയ ലീലാവിലാസങ്ങൾ, അതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് എന്നും വിജയന് നന്നായിട്ടറിയാം. VS അച്യുതാനന്ദന് ഇദ്ദേഹത്തോടുണ്ടായിരുന്ന ഹൃദയവികാരം എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇതേ ശശിക്ക് പാർട്ടിയും മെമ്പർഷിപ്പ് പോലും നഷ്ടപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ മെമ്പർഷിപ്പിൽ തിരിച്ചു കൊടുത്തു, സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ലാറ്ററൽ എൻട്രി ആയിട്ട് കൊടുത്തു. അതും പോരാഞ്ഞിട്ട് ഇദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് നിയമിച്ചു. എന്തുകൊണ്ടാണ്? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അൻവറിനുണ്ടായില്ല. അൻവറിനെ നിയന്ത്രിക്കുന്ന അബുദാബി മാഫിയയ്ക്കും ഉണ്ടായില്ല. അബുദാബിയിൽ നിന്നുള്ള ഈ ആജ്ഞപ്രകാരമാണ് അൻവർ മാത്രമല്ല, ബഹുമാനപ്പെട്ട കാരാട്ട് റസാഖും പാർട്ടി സഹയാത്രികനും അഭ്യുദയകാംക്ഷിയും സൈദ്ധാന്തികനുമായിട്ടുള്ള KT ജലീലുമൊക്കെ പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ഇവരെ നയിക്കുന്ന വികാരം എന്താണെന്നുള്ളത്. എന്തോ ആട്ടെ, അങ്ങനെ ഒന്നും നടക്കുകയില്ല. ഇപ്പോൾ അൻവർ പറയുന്നത് ADGP അജിത് കുമാർ ഷാജൻ സ്കറിയയുടെ അടുത്ത് 1.5 കോടി രൂപ വാങ്ങിയെന്നാണ്. 1.5 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഷാജൻ സ്കറിയ വേറെ എന്തൊക്കെ കച്ചവടം ചെയ്യുമായിരുന്നു. മറുനാടൻ മലയിലേക്ക് പണ്ടേ പൂട്ടിയിട്ട്. അതൊക്കെ വേറെ തമാശയാണ്. സത്യം പറഞ്ഞാൽ ഈ ഷാജൻ സ്കറിയയെ ഓടിച്ചിട്ട് പിടിക്കാത്തതാണ് ഇവരുടെ എല്ലാവരുടെയും മനസ്സിന് ഏറ്റവും വേദനിപ്പിക്കുന്നത്. അല്ലാണ്ട് DYFIക്കാർ പോർക്ക് വെസ്റ്റ് നടത്തിയതല്ല. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോയപ്പോൾ പത്മനാഭസ്വാമിയുടെ രൂപം കൊടുത്തതുമല്ല. അദ്ദേഹം ശ്രീകൃഷ്ണ ജയന്തിക്ക് ആശംസ നേർന്നതുമല്ല. അതൊക്കെ അവർ ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞ കള്ള ഹിമാറിനെ ഓടിച്ചിട്ട് പിടിച്ച് ഒരു 10 ദിവസമെങ്കിലും ജയിലിടാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഈ അൻവർ മുതലാളിയും അദ്ദേഹത്തിൻ്റെ മുതലാളിയെയും എല്ലാവരെയും വേദനിപ്പിക്കുന്നത്.
അപ്പോൾ ഇതിൽ പ്രതികാര രുദ്രനായിട്ടാണ് പുള്ളി പെട്ടെന്ന് കുടം തുറന്ന് ഭൂതത്തെ അഴിച്ചു വിട്ടത്. ഷാജൻ സ്കറിയോ കിട്ടിയില്ല. അയാൾക്ക് സുപ്രീം കോടതി ജാമ്യം കൊടുത്തു എന്ന് മാത്രമല്ല, ആ കേസ് തന്നെ ഒടിച്ചു കുത്തിയാൽ പിടിക്കാത്ത രീതിയിലാക്കി, ആട് കടിച്ച അവസ്ഥയിലാക്കി. അപ്പോൾ ഇപ്പോൾ അവനെ പൂട്ടാനായിട്ട് വേറൊരു മാർഗ്ഗമില്ല. ഇനി പുതിയ പുതിയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല, പുതിയ പരാതികൾ കൊടുക്കാം. എന്നാലും ഇതിൽ ഷാജിന് ഭയങ്കര മൈലേജായിപ്പോയി. അൻവർ വേറെ എന്ത് സഹിക്കും? അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ഈ ഒടിഞ്ഞ വാളും ഉടഞ്ഞ ശംഖുമായിട്ട് ആ യുദ്ധത്തിനിറങ്ങിയതാണ്. അങ്ങനെ പരിപാടി പാളി. ഇന്നലെ കേരളത്തിലെ ക്രമസമാധാന തകർച്ചയെക്കുറിച്ച് മുഖപ്രസംഗം എഴുതിയ മാതൃഭൂമി ഇന്ന് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ കൗശലത്തെക്കുറിച്ചാണ് അഭിനന്ദനപരമായ ഒരു ഒന്നാന്തര എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത്. അത് വായിച്ചിട്ട് എൻ്റെ സകല രോമങ്ങളും ഇങ്ങനെ കുത്തനെ എഴുന്നേറ്റു. അത് കഴിഞ്ഞ് ദേശാഭിമാനി തുറന്നു നോക്കിയപ്പോഴും മാത്രമേ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. എത്ര ഉന്നതനായാലും പരാതി കിട്ടിയാൽ അന്വേഷിക്കും എന്നാണ് ദേശാഭിമാനി പത്രാധിപൻ മുഖപ്രസംഗവശാൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. സംഗതി വളരെ കൃത്യമല്ലേ? അൻവറിൻ്റെ പരാതി മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ നേരിട്ട് കൊടുക്കാൻ പുള്ളി ആദ്യം മാധ്യമങ്ങളിൽ കൂടി ഉന്നയിച്ചു, പരാതിയായിട്ടുള്ള ആരോപണമായിട്ട് ഉന്നയിച്ചു. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മൂക്കിയെത്തിക്കളയും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മുഖ്യനെ നേരിട്ട് കണ്ട് പറഞ്ഞു, ഒറ്റയ്ക്ക് പോയാൽ വല്ല കുഴപ്പമുണ്ടായാലും പേടിച്ചിട്ട് KT ജലീലിനെ കൊണ്ടുപോയി. രണ്ടുപേരും ഹജൂർ കച്ചേരിയിൽ ചെന്ന് ഇദ്ദേഹത്തെ മുഖം കാണിച്ചു. പരാതി മുഖ്യനെ എഴുതി മേടിച്ച പരാതി അവിടെ വെച്ച് അതിൻ്റെ പുറത്തൊരു പേപ്പർ വെയിറ്റും കയറ്റി വെച്ചു. ഇപ്പോൾ ശരിയാക്കി തരാൻ തോന്നി. ഒരു മാസത്തിനകത്ത് അന്വേഷിച്ച് തീരുമാനം ഉണ്ടാക്കും. ആരന്വേഷിക്കും? അജിത് കുമാറിൻ്റെ കീഴുദ്യോഗസ്ഥന്മാർ, സ്പർജൻ കുമാർ മുതൽക്ക് ഹെഡ് കോൺസ്റ്റബിൾ വരെയുള്ള ഒരുപാട് വീരശൂര പരാക്രമികളായ ധികൃത ശക്ര പരാക്രമികളായിട്ടുള്ള നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വ്യൂഹത്തെ തന്നെ അയച്ചിരിക്കുകയാണ്. ആരെക്കുറിച്ച് അന്വേഷിക്കാൻ? ADGP അജിത് കുമാറിനെ കുറിച്ച് അന്വേഷിക്കാൻ. റിപ്പോർട്ട് ആർക്ക് കൊടുക്കും? ADGPക്ക് തന്നെ കൊടുക്കും. അല്ലെങ്കിൽ ADGPയുടെ മുകളിൽ മറ്റേ ഗൂങ്കി ഗൂഡിയ എന്ന് പറഞ്ഞ ഒരാളിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ദർവേഷ് സാഹിബ് എന്ന്. ഈ സാഹിബിൻ്റെ കൊടുക്കും. സാഹിബ് എന്ത് ചെയ്യും? സാഹിബ് അത് നാലാക്കി മടക്കി പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൊടുക്കും. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ത് ചെയ്യും? അത് ചുരുട്ടി കൂട്ടി ചാവറ്റ് കൊട്ടയിലിടും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് അന്വേഷിപ്പിൻ, കണ്ടെത്തും, മുട്ടുവിൻ, തുറക്കപ്പെടും, ചോദിപ്പിൻ, തരപ്പെടും എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഏതായാലും അൻവർ മുതലാളിയുടെ വിഷമത്തിന് നല്ലൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പുള്ളി ഇന്ന് കാലത്ത് കൂടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ജനങ്ങളുടെ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാൽ ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടെന്നും നിലമ്പൂരിന് ഇങ്ങനെ വീരശൂര പരാക്രമിയായ ഒരു MLA ഉണ്ടെന്നൊക്കെ നാലാളും അറിയുകയും ഓർക്കുകയും ചെയ്യും. അപ്പോൾ വെല്ലുവിളികൾ ഇനിയും തുടരട്ടെ. കവച കുണ്ടലങ്ങൾ നഷ്ടപ്പെടുത്താനായിട്ട് ഒരു കർണനും ആഗ്രഹിക്കില്ല. കാരണം മഹാഭാരതത്തിലെ കർണനല്ല പിണറായിക്കാരനായ കർണൻ. ഇദ്ദേഹം പേര് വിജയൻ എന്നാണ്. അദ്ദേഹം കർണനല്ല, വിജയൻ അർജുനനാണ്. ആ കവച കുണ്ടലങ്ങൾ നഷ്ടപ്പെടുത്താനായിട്ട് വിജയൻ തയ്യാറല്ല. അദ്ദേഹത്തിൻ്റെ ഗാന്ധീപത്തിൽ അമ്പുകൾ ഒഴിയാനും പോകുന്നില്ല. തൽക്കാലത്തേക്ക് ഇടതുമുന്നണിക്കും ഭരണത്തിനും ഉണ്ടാക്കാവുന്നത്ര ഡാമേജ് ഉണ്ടാക്കി എന്നൊരു സമാധാനം അൻവറിനും അദ്ദേഹത്തിന് സാമ്പത്തിക പിന്തുണ കൊടുക്കുന്ന മറ്റേ അബുദാബി മാഫിയയ്ക്കും സമാധാനിക്കാം. അതിലപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കാനില്ല. തൽക്കാലത്തേക്ക് ധീരസഖാവേ ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.